വളരെയധികം പോഷകഗുണമുള്ള അസ്പരാഗസ് കൊണ്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ തണ്ടിൻ്റെ കട്ടിയുള്ള അടിഭാഗം മുറിച്ച് മാറ്റിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് മുഴുവനായിട്ടോ പീസാക്കിയോ കുക്ക് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റിർ ഫ്രൈ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി ഇട്ട് ഇളക്കുക. വെളുത്തുള്ളി മസ്റ്റായിട്ട് ഉപയോഗിക്കണം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അരമുറി സബോള അരിഞ്ഞത് കൂടിയിട്ട് വഴറ്റുക. കൂടെ 1/2 ടീസ്പൂൺ ചതച്ച വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി എല്ലാം കൂടി ഇട്ട് നന്നായി ഇളക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അങ്ങനെ മൂത്ത് വന്ന് കഴിയുമ്പോൾ വളരെ സോഫ്റ്റായ മുകൾ ഭാഗം മാറ്റി വെച്ചിട്ട് പീസാക്കിയ അസ്പരാഗസിൻ്റെ തണ്ട് ഇട്ട് ഇളക്കുക. കൂടെ 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ തണ്ടിൽ നിന്നും വെള്ളം ഇറങ്ങിക്കൊള്ളും. അങ്ങനെ 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. തുറന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇളക്കുക. അങ്ങനെ ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള സോഫ്റ്റായിട്ട് ഉള്ള ബാക്കി ഭാഗം ആ തണ്ട് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുക. ഇങ്ങനെ ചേർത്താൽ എല്ലാം ഒരേ വേവിൽ നിൽക്കും. വേണമെങ്കിൽ ഒന്നിച്ച് വേണേലും ചേർക്കാം. ഇതുകൂടെ ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് വേവിക്കണം. അങ്ങനെ ഇത് 1 മിനിറ്റ് കൂടെ വേവിക്കുക. വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കണം. തുറന്ന് നോക്കി വീണ്ടും ഇളക്കുക. ഇളക്കിയതിന് ശേഷം 1 സ്പൂണ് എള്ള് ചേർക്കുക. നന്നായി ഇളക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ തണ്ട് മുറിക്കാതെയും ഇതേ രീതിയിൽ കുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വളരെ ടേസ്റ്റിയായും ഹെൽത്തി ആയിട്ടുള്ള അസ്പരാഗസ് ഫ്രൈ റെഡിയായി. ചില സ്ഥലങ്ങളിൽ ഇത് അവൈലബിളാണ്. ഇത് ലഭിക്കുന്ന സമയങ്ങളിൽ വളരെയധികം പോഷകഗുണമുള്ള ഈ പച്ചക്കറി ഇതുപോലെ ചെയ്തു നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.